എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. അങ്ങനെ വീണ്ടും ഇറാൻ അമേരിക്ക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം മുമ്പ് രണ്ട് രാജ്യങ്ങളും ഒരു അന്തിമ കരാറിലെത്തി. ഖത്തറൊക്കെ ഇടപെട്ട് ഒരുപാട് പണിപ്പെട്ട് ഒരുപാട് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ഒരു ധാരണയിലെത്തി. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ലോകം ഇങ്ങനെ സമാധാനിക്കുകയായിരുന്നു. അത് സമാധാനം മാത്രമല്ല, എല്ലാത്തരം സൂചികൾ എടുത്ത് നോക്കിയാലും നമുക്ക് ആ ഒരു കാര്യങ്ങൾ പ്രതിഫലിച്ചതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും പഴയ പോലെ കയറി. ലോകമെമ്പാടും ഉള്ള സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ ഒന്ന് പൊങ്ങി വന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കുറയാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയുണ്ടല്ലോ, ഈ ട്രംപ് എന്ന് പറയുന്നൊരു വ്യക്തി, ഞാൻ പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരാൾ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കസേരയിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഇതെന്തൊരു മറിമായമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരു മനുഷ്യൻ കാരണം ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്സാരമാണോ? നമുക്കൊക്കെ പെട്രോൾ ഡീസൽ വില കൂടിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര മനുഷ്യരുടെ ജീവനാണ് ഇറാനിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പോയത്. ഈ അമേരിക്കൻ സോൾജിയേഴ്സ് തന്നെ, പട്ടാളക്കാർ തന്നെ മരിച്ചില്ലേ? ആ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഈ ഒരു ഒറ്റ മനുഷ്യൻ വരുത്തി തീർത്ത സംഭവമാണിതല്ല. ഇന്നലെ ട്രംപ് ചെയ്ത കാര്യം എന്തെന്നാൽ, ഇറാനിലെ 80 സ്ഥലങ്ങൾ ഒരേ സമയത്ത് ഭീകരമായിട്ട് ആക്രമിക്കുകയാണ്. ലോകം ശാന്തിയും സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ ട്രംപ് അത് പ്രഖ്യാപിച്ചതോടുകൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നേരെ കുത്തനെ വീഴുന്നൊരു കാഴ്ച. ട്രേഡേഴ്സിനൊക്കെ ഒരുപാട് കോടികൾ നഷ്ടപ്പെട്ടവരുണ്ട്, കോടികൾ നേടിയവരുണ്ട്. അതൊക്കെ വേറെ കാര്യം. അങ്ങനെ ഇറാൻ തിരിച്ചടിക്കുകയാണ്. ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുക? ബഹ്റൈനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ ബേസുകളൊക്കെ ആക്രമിക്കുകയാണ്. അങ്ങനെ ലോകം വീണ്ടും അശാന്തിയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളെ ബാധിക്കുന്നത് എവിടെയാണ്? ഒന്നാമത്തെ, നമ്മളുടെ ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളും ഈ ഗൾഫ് മേഖലകളിലും. രണ്ടാമത്തത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആണല്ലേ. പെട്രോൾ ഡീസൽ പ്രശ്നങ്ങൾ, നമ്മുടെ LPG കിട്ടാതെ വരുന്നത് കൊണ്ട് നമ്മളുടെ റെസ്റ്റോറൻറ്റ്, ഒരുപാട് മലയാളി സംരംഭകർക്കൊക്കെ നല്ല പണി കിട്ടി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു ആക്രമണത്തിന് ശേഷം ട്രംപ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, എല്ലാ ചർച്ചകളും ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ഇറാനുമായിട്ട് ഒരു ദയാദാക്ഷിണ്യവും ഞങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ ആക്രമിക്കാൻ പോവുകയാണ്, അവന്മാരെ ഇല്ലാണ്ടാക്കും. എങ്ങനെ ഇരിക്കണം? കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഇറാൻ നമുക്ക് സൗഹൃദപരമായിട്ട് നമ്മളുടെ സഹോദരങ്ങളാണ്, നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ആൾ തന്നെ ഇയാളെപ്പോലെ ഇങ്ങനെ ഒരു നേതാവ്. ലോക്കലായിട്ട് വളരെ മോശപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകും. ഞാൻ അതല്ല പറയുന്നത്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇറാനും ഒട്ടും വിട്ടുകൊടുത്തില്ല കേട്ടോ. ഇറാൻ പറഞ്ഞത്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന കാലമൊക്കെ പോയിട്ടേ, ഞങ്ങളോടൊന്ന് മുട്ടി നോക്കാനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ യുദ്ധത്തിൽ ഇറാൻ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ തുടക്കം മുതൽ തന്നെ പ്രതീക്ഷ എന്താണ്? ആ ഫെബ്രുവരി മാസത്തിലോ മറ്റോ അല്ലായിരുന്നോ, ഖമേനിയെ കൊന്നു, അവരുടെ പരമോന്നത നേതാവിനെ കൊന്നു, പ്രധാനപ്പെട്ട കമാൻഡേഴ്സിനെ എല്ലാം കൊന്നു. അങ്ങനെ ഇറാൻ പൂർണ്ണമായിട്ടും തകർന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നാണല്ലേ. പക്ഷേ ഇറാൻ ഈ നിമിഷം വരെ ശക്തമായിട്ട് പോരാടുകയാണ്. അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാനും പറ്റില്ല, ഒരു ധാരണയിലും എത്താൻ പറ്റിയില്ല. അങ്ങനെ ഖത്തറും അവരും ഇവരൊക്കെ ഇടപെട്ട്. കാരണം അവരുടെ ഓയിൽ ബിസിനസ്സിനെയാണ് ബാധിക്കുന്നത്. ഗൾഫ് മേഖലയാണ് അസ്ഥിരമാകുന്നതല്ലേ. എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് ഈ പരിഹാരം ഒന്ന് എത്തിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി, ചർച്ച കഴിഞ്ഞ മാസം സെറ്റ് ചെയ്തായിരുന്നു, യുദ്ധം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട്. പക്ഷേ അവിടെ നിന്നാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് നേരത്തെ അവിടുത്തെ നേതാക്കളെ മാത്രമാണ് അസഭ്യപരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. പക്ഷേ ഇന്നലെ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവിടുത്തെ ജനങ്ങളെയാണ്. അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സ്കം എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. നമ്മൾ സ്കം ബാഗ് എന്നൊക്കെ ഒരു ഭയങ്കര ഒഫൻസീവ്. നമ്മൾ മലയാളത്തിൽ പക്ക അസഭ്യപരമായിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, നമുക്ക് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതിനേക്കാളും ഒഫൻസീവായിട്ട് അവിടുത്തെ ആൾക്കാർ കരുതുന്നൊരു വാക്കാണ് സ്കം എന്ന്. അവിടുത്തെ ജനങ്ങളെ, ഇറാനിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഇയാൾ വിളിച്ചത് ഈ വാക്കാണ്. ഒന്നിനും കൊള്ളാത്ത കഴിവുകെട്ടവന്മാർ, സ്കം എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര അസഭ്യം പറയുകയാണ്. അതോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇറാനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നറിയാവോ? ഖമേനി കൊല്ലപ്പെട്ടു, പക്ഷേ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഇത്രയും കാലം ആ ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ അശാന്തിയുടെ ഇടയിൽ അല്ല നടത്തേണ്ടത്. അതൊരു പുണ്യമായിട്ടുള്ളൊരു കർമ്മമാണ്. അത് ശാന്തിയുടെ ഇടയിൽ തന്നെ നടത്തണം. അതുകൊണ്ട് യുദ്ധമൊക്കെ അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ, അതായത് ലോകത്തിന്നേ വരെ നടന്നിട്ടുള്ള ഏറ്റവും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഫ്യൂണറൽ, ഒരു ശവസംസ്കാര ചടങ്ങാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ രാജ്യം ഒരു ദുഃഖാചരണത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ മതപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ടും കൊണ്ടുപോകുമ്പോഴാണ് ഇയാൾ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. ഒന്നാമത്തെ, നമ്മളുടെ ഗൾഫിൽ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളും ഇന്ത്യക്കാരുമുണ്ട്. രണ്ടാമത്തെ, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഉണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്? ഈ ഒരു ചർച്ച, സീസ് ഫയർ എഗ്രിമെൻറ്റ് എത്തിയായിരുന്നല്ലോ, വെടിനിർത്തൽ കരാറൊക്കെ എത്തിയായിരുന്നല്ലോ. അതൊക്കെ എന്തുകൊണ്ടാണ് ബ്രേക്ക് ആയത്? എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ഫീഡിലേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കെങ്കിൽ മാത്രമേ യൂട്യൂബ് അൽഗോരിതത്തിന് മനസ്സിലാകത്തുള്ളൂ. മാത്രമല്ല, നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ കാരണം എന്നാൽ ഈ സൈനസൈറ്റിസ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കഫക്കെട്ട് പോലത്തെ ഒരു സാധനം വരും. അതുകൊണ്ടാണ് ഒന്നും നടക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. എന്തായാലും നമുക്ക് കംപ്ലീറ്റ് കാര്യത്തിലേക്ക് വരാം. ഏകദേശം ഒരു മാസം മുമ്പ് നമ്മളെല്ലാവരും കണ്ട വാർത്തയാണ്. ആ വാർത്ത കണ്ട് ലോകം മുഴുവൻ സന്തോഷിച്ച ഒരു കാര്യം കൂടിയാണ്. അതായത് അമേരിക്കയും ഇറാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു.
ഫൈനൽ ഖത്തറൊക്കെ ഇടപെട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലോകമെമ്പാട് സന്തോഷിച്ച ഒരു നിമിഷമാണ്. അതിനുശേഷം നമ്മൾ ഇതുവരെ ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ അക്രമങ്ങൾ കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കോൾഡ് വാർ പോലുള്ള അങ്ങനെ ഒരു സംഘർഷാവസ്ഥയുണ്ടല്ലോ, രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ചർച്ചകളും അങ്ങനെയൊക്കെ നിലനിൽപ്പുണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു 60 ദിവസത്തെ സീസ് ഫയറാണ്. സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഈ 60 ദിവസം കൊണ്ട് എല്ലാ പേപ്പറുകളും എഗ്രിമെൻറ്റും ഒരു ഫൈനൽ ധാരണയിലേക്ക് എത്തണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മൾ ഇതിനു മുമ്പും 12-14 ദിവസത്തേക്ക് പല സീസ് ഫയറും കണ്ടത്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു അന്തിമം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ സീസ് ഫയർ ഉണ്ടായിരുന്നത്. എന്തായാലും 60 ദിവസം കൊണ്ട് രണ്ട് രാജ്യങ്ങൾ ചർച്ച നടത്തിയിട്ട് പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് കൈകൊടുത്ത് പിരിയുന്നു. ഇതായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്ന രീതിയിൽ. പക്ഷേ നമ്മൾ അതിനുശേഷമുള്ള ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഈ ഇരു രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ കാര്യം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങളും പരസ്പരം പഴിചാരിക്കൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷേ വന്ന് അതൊരു പോയിന്റ് എത്തിയപ്പോൾ ഈ ഇറാൻ്റെ പാർലമെൻ്ററി സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബഗേരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉടമ്പടികളുണ്ടല്ലോ അതിന് ഒരിക്കലും നിലനിന്ന് പോകുന്നില്ല. കാരണം അമേരിക്ക അത്രത്തോളം അക്രമങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ധാരണ എത്തിയതാണല്ലോ, ഖത്തറൊക്കെ ഇടപെട്ടല്ലേ. പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട്, അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് അമേരിക്ക കാണിക്കുന്ന നെറുകേടുകൾ അത് 4 അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തത് ഹോർമൂസിൻ്റെ മേലുള്ള കൈകടത്തലാണ്. ഹോർമൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇറാൻ്റെ അതിർത്തിയിലൂടെയാണ് പോകുന്നത്. അവർക്കാണ് അവിടെ കൺട്രോൾ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ ധാരണ പ്രകാരം അമേരിക്ക അവിടെ ഇടപെടുന്നില്ല. അമേരിക്കയുമായിട്ട് ഒരു ബന്ധവുമില്ല, ഭൂമിയുടെ അപ്പുറത്തെ വശത്താണ് കിടക്കുന്നത്. പക്ഷേ അമേരിക്ക വീണ്ടും അവിടെ കൈകടത്തിക്കൊണ്ടിരിക്കുകയാണ്, പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അവകാശമാണ്, അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളുടെ പരമാധികാരമാണല്ലോ, രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ്. പക്ഷേ അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമേരിക്കയും ട്രംപും, അമേരിക്കയല്ല ട്രംപാണ് പറയുന്നത്, ധാരണകളൊക്കെ എത്തിയെങ്കിലും ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇവന്മാർക്ക് ഇട്ടൊന്ന് കൊടുത്താലോ, ഒന്ന് ആക്രമിച്ച് കളയാം, ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ, ആക്രമിക്കും, തീർത്ത് കളയും, ഇല്ലാതാക്കി കളയും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും ഡയറക്റ്റും പ്രസ് മീറ്റിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാരണ എത്തിയ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഇയാൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഇതാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, അതായത് ഈ ഒരു സീസ് ഫയർ അഗ്രിമെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, അമേരിക്കയും ഇറാനും തമ്മിൽ വർഷങ്ങളായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അമേരിക്ക ചെയ്തൊരു കാര്യം എന്തെന്നാൽ ഉപരോധമാണല്ലേ. ഒരു രാജ്യങ്ങളും ഇറാനുമായിട്ട് എണ്ണക്കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല. എണ്ണക്കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മേലിൽ സെക്കൻഡറി സാങ്ഷൻസ് ചുമത്തും, വീണ്ടും താരിഫ് കൂട്ടി അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ അവർക്ക് അത്ര എണ്ണയുണ്ടെങ്കിലും അത് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സീസ് ഫയർ കരാർ പ്രകാരം അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഞങ്ങൾ ഒരിക്കലും ഇറാൻ്റെ എണ്ണക്കച്ചവടത്തിലൊന്നും ഇടപെടത്തില്ല. ട്രംപ് പറയുന്നതാണ്, നമ്മൾ കൂട്ടുകാരല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എണ്ണ വിറ്റോ, നമ്മൾ ഒന്നിനും വരുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇറാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോഴാണ് ഇറാന് മനസ്സിലായത് അവർ അമേരിക്ക അണ്ടർഗ്രൗണ്ടിലൂടെ ഈ സാങ്ഷൻസ് ഉപരോധങ്ങളൊക്കെ അതേപടി തന്നെ വെച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളെയും നൈസായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ പുറത്തങ്ങനെയൊക്കെ പറയും, പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് അടിച്ച് തരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതായിരുന്നു മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം എന്തെന്നാൽ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഈ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോൾ പോലും ഇടയ്ക്കിടയ്ക്ക് ഇറാനിലേക്ക് ചെറിയ ഡ്രോൺ ആക്രമണങ്ങൾ പോലുള്ള ചെറിയ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇസ്രായേലിൻ്റെ പ്രശ്നമാണ്. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന പല സീസ് ഫയറുകൾ ലംഘിക്കപ്പെട്ടൊരവസ്ഥ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ലെബനനിലേക്ക് ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തുന്നില്ല. അമേരിക്കയും ഇസ്രായേലും ഭായി ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്കയ്ക്ക് ഇസ്രായേലിന് അമേരിക്കയുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ ഇതൊക്കെ ഉടച്ചുകൊണ്ട് ലെബനനിലെ ആക്രമിക്കുകയാണ്. ഇതിന് അമേരിക്ക പിന്തുണ കൊടുക്കുകയാണ്, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടോ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് നിയമലംഘനങ്ങളാണ് ഈ കരാറിൻ്റെ മേലിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊരിക്കലും നിലനിൽക്കുന്നില്ല, ഞങ്ങൾ ഒരു എഗ്രിമെൻ്റ് എത്തിയല്ലോ, ആ എഗ്രിമെൻ്റ് ഒരിക്കലും നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യമായിരുന്നു മുഹമ്മദ് ബഗേരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഗവൺമെൻറ് സഹിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ ഇല്ലാത്ത പ്രത്യാക്രമണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി തൊലയും, ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകും, കുറേ നാളായില്ലേ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് നാണമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ശരിക്കും നമ്മൾ മലയാളത്തിൽ ആട്ടി പറയുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇറാനും ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെയല്ല. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു യുദ്ധം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അത് മനസ്സിലാക്കണമെങ്കിൽ സംഭവം മറ്റൊന്നുമല്ല, ഹോർമൂസിലൂടെ 3 കപ്പലുകൾ പോകുമായിരുന്നു, എണ്ണക്കപ്പലുകളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സൗദി, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മറ്റോ ആയിരുന്നു. എന്തായാലും ഈ 3 കപ്പലുകൾ പോകുന്നത് ഈ ഇറാന് അധികാരമുള്ള ഹോർമൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എല്ലാം ഇറാൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒന്നാണല്ലോ. അങ്ങനെ പോകുമ്പോൾ ഇറാൻ പറയുകയാണ് ടോള് തന്നെ
കാരണം അവരുടെ രാജ്യം മൊത്തം കുട്ടിച്ചോറാക്കി, അവർക്ക് ആ ടോൾ കൊണ്ട് വേണം അത് കെട്ടിപ്പടുക്കാനല്ലേ. എന്തായാലും അങ്ങനെ കടന്നു പോകുമ്പോൾ ഇറാൻ ആവശ്യപ്പെടുകയാണ് ഈ 3 കപ്പലുകളും ടോൾ തരണമെന്ന് പറയുകയാണ്. പക്ഷേ ഈ കപ്പലുകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇറാൻ്റെ അവിടുത്തെ IRGC ഉണ്ടല്ലോ, അവിടുത്തെ പട്ടാളം, അവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു വാണിംഗ് എന്നോളം ചെറിയ വെടിവെപ്പ്, തകർക്കാനൊന്നുമല്ല, ഒരു വാണിംഗ് എന്നോണം ചെറിയ 3 ഷോട്ടുകൾ വയ്ക്കുകയാണ് ഈ കപ്പലിന് നേരെ. ഈ സംഭവമാണ് സത്യം പറഞ്ഞാൽ ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ കൂടെ പോയ കപ്പലിന് ഒരു വാണിംഗ്, അവർ ടോൾ കൊടുത്തില്ല, ടോൾ കൊടുക്കാതെ അത് വെട്ടിച്ച് കടക്കുമായിരുന്നു. അതിപ്പോൾ നമുക്ക് ഇവന് ടോൾ പ്ലാസയിലൂടെ അത് വെട്ടിച്ച് കടന്നു പോകാൻ അനുവാദമില്ലല്ലേ. അപ്പോൾ ഒരു വാണിംഗ് എന്നോണം വെടിവെച്ചു. ഈ വെടിവെപ്പ് കാരണമാണ് 80 സ്ഥലങ്ങളിൽ ഒരേപോലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഏറ്റവും പീക്ക് നിന്ന സമയമുണ്ടായിരുന്നല്ലോ തുടക്കകാലത്ത്, അന്ന് പോലും ഇത്ര വലിയൊരു ആക്രമണം 80 സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ട്രംപ് ഇങ്ങനെ കാണിക്കുന്നത്. അതെപ്പോൾ ഈ സീസ്ഫയർ അഗ്രിമെൻ്റ് എത്തി, എല്ലാം ശാന്തി സമാധാനത്തിലെത്തി എന്ന് പറഞ്ഞ് ലോകം ആശ്വസിച്ചിരിക്കുന്ന ഒരു പോയിൻ്റ് ഇന്ന് ട്രംപ്, ഞാൻ എപ്പോഴും ഒരു സൈൻ വേവ് വെച്ച് പറയാറുണ്ട്, ഇങ്ങനെ താന്നിട്ട് വീണ്ടും അതിങ്ങനെ പൊങ്ങിപ്പോകും ട്രംപ്. ആ പോയിന്റിൽ ട്രംപ് എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിക്കും എന്നുള്ള കാര്യം, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യം എന്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമേനി, സുപ്രീം ലീഡർ, പരമോന്നത നേതാവ്, അവർ പരമോന്നത നേതാവിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തൊട്ട് താഴത്തുള്ളൊരു വ്യക്തിയായിട്ടാണ് പരമോന്നത നേതാവിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയമാണ്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആൾക്കാർ പങ്കെടുക്കുന്ന ശവസംസ്കാര ചടങ്ങായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ ഗവൺമെൻറ് ഒരുപാട് ഡെലിഗേറ്റ്സിനെയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇറാനിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭൗതിക ശരീരം ഇറാൻ ചുറ്റി, നാട് ചുറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖിൽ കൊണ്ടുപോവുകയാണ്. എന്നാലും കാരണം ഇറാഖിൽ ഒരുപാട് ആൾക്കാർ പരമോന്നത നേതാവായിട്ട് ഇദ്ദേഹത്തെ തന്നെയാണ് കാണുന്നത്. നമ്മൾ നോക്കിയാൽ ഈവൻ കാശ്മീരിലെ ഒരുപാട് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പരമോന്നത നേതാവും ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും സ്വീകാര്യതകളുണ്ട്. ഇറാഖിലും കൊണ്ടുപോവുകയാണ്. ഈ യാത്ര, അതായത് ഈ മഞ്ചലുമായിട്ട് ഇങ്ങനെ പോകുമല്ലോ, അതിനെ നയിക്കുന്നത് ഇറാനിലെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇറാഖിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറാഖിലെ ജനങ്ങൾ ഇതുപോലെ തന്നെ വിങ്ങിപ്പൊട്ടുന്ന കരയുന്ന കാഴ്ചകൾ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് ഏറ്റവും വലിയ ദുഃഖാചരണം, അതും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുഃഖാചരണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രംപ് എന്ന് പറയുന്ന ഇയാൾ ഇത്രയും വലിയൊരു നെറുകേട് കാണിക്കുന്നത്. എന്ത് ഭീകരമായിട്ടുള്ളൊരു ആക്രമണമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതെന്നോ. അങ്ങനെ ലോകം വീണ്ടും എല്ലാത്തരം സ്റ്റോക്ക് മാർക്കറ്റുകളും ഓഹരിയും ഒക്കെ താറുമാറാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം ട്രംപ് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യമാണെന്നറിയാവോ? ലോകത്തിലെ ഏറ്റവും പവർഫുൾ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. പവർ കൂടുമ്പോൾ വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി. പവറിൻ്റെ ഒപ്പം അത്രത്തോളം റെസ്പോൺസിബിലിറ്റി കൂടെ വരും. പക്ഷേ ഇയാളുടെ പോസ്റ്റും അല്ലെങ്കിൽ പറയുന്നൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ അനോണിമസ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നിട്ട് ചിലവന്മാർ പലതും എഴുതി വിടൂല്ലേ, അതുപോലെ. അതായത് ഇറാനെ ആക്രമിച്ചു, ഓക്കെ, അതിനുശേഷം ഭയങ്കര ആഘോഷമായിട്ട് നമ്മൾ അടിച്ച് തകർത്തു ഗൈസ്, ഇങ്ങനത്തെ ഒരു ടോണിൽ പറയുകയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് അവന്മാരെ അടിച്ച് പൊളിച്ച് കളഞ്ഞു. അവന്മാരടിച്ചതിൻ്റെ 20 ഇരട്ടി, ഇത് പറഞ്ഞതാണ് കേട്ടോ, 20 ഇരട്ടി ശക്തിയിലാണ് നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അവന്മാരെ നമ്മൾ ഛിന്ന ഭിന്നമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ആ ഒരു ആക്രമണത്തിൽ, ആ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ ഊറ്റം കൊള്ളുകയാണ്. ഇതാണ് ട്രംപിൻ്റെ ഒരു മെൻറ്റാലിറ്റി. അതോടൊപ്പം ആ ഒരു പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാം, ഇത്രയും കാലം അവിടുത്തെ നേതാക്കളെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ ജനങ്ങളെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈവിൾ പീപ്പിൾ, ബാഡ് പീപ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ദം. അവർ അത്ര മോശപ്പെട്ട ആൾക്കാരാണ്, കഴിവ് കെട്ടവരാണ്, അവരെ സ്കം എന്നാണ് വിളിച്ചിരുന്നത്. സ്കം ബാഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒഫൻസീവായിട്ടുള്ള, നമ്മൾ മലയാളത്തിൽ ഏറ്റവും വലിയൊരു അസഭ്യ വാക്ക് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ അവിടുത്തെ ആൾക്കാർ കാണുന്ന ഒന്നാണ് ഈ സ്കം എന്നൊക്കെയുള്ള വാക്ക്. അത് റിപ്പീറ്റഡ് 4 വരി പറയും, എന്നിട്ട് പറയും ഈവിൾ പീപ്പിൾ, ബാഡ് പീപ്പിൾ, ഐ ഡോണ്ട് ലൈക്ക് ദം. കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ, കൊച്ചുകുട്ടി മുതൽ പ്രായമായിട്ടുള്ള ഒന്നും അറിയാത്ത അല്ലേ അപ്പൂപ്പൻ അമ്മൂമാർ വരെ ഈ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെയായിരുന്നു ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കവരെ ഇഷ്ടമല്ല, ബാഡ് പീപ്പിൾ, ഈവിൾ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് അവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. 47 വർഷമായല്ലോ ഈ പ്രശ്നം തുടങ്ങിയിട്ട്, 47 വർഷമായിട്ട് ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ചെങ്കിലും വിവരമോ വിദ്യാഭ്യാസമോ വെളിവോ ഉണ്ടായിരുന്നെങ്കിൽ അവരിതൊക്കെ പരിഹരിച്ചിട്ട് കയ്യും തട്ടി പോകത്തില്ലായിരുന്നോ? ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അവന്മാർക്ക് അടിയും കൊണ്ടു, ഇത് വീണ്ടും യുദ്ധമായി, നമ്മുടെ കാൽ കീഴ് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പ്രസംഗത്തിൽ. ട്രംപ് പറഞ്ഞത് അവിടുത്തെ ടോപ്പ് ലീഡേഴ്സിൻ്റെ ഫസ്റ്റ് സെറ്റ് നമ്മൾ തീർത്തു, ഫിനിഷ് ചെയ്തു. ആയത്തുള്ള അലി ഖമേനി തുടങ്ങിയ പരമോന്നത നേതാക്കൾ, ആ വിഭാഗത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരെ നമ്മൾ തീർത്തു. സെക്കൻഡ് സെറ്റിനെ നമ്മൾ തീർത്തു. ഒരുപാട് കമാൻഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം മോസ്തബ ഖമേനി, ഈ ആയത്തുള്ള അലി ഖമേനിയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അദ്ദേഹത്തിൻ്റെ ഈ ഖമേനിയുടെ ശവസംസ്കാരത്തിന് പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ കോമയിലാന്ന് പറയുന്നവരുണ്ട്, കാല് പോയി എന്നൊക്കെ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഭയങ്കര ഭീകരമായിട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ആ ഒരു ആക്രമണത്തിൽ. അപ്പോൾ ഖമേനിയൊക്കെ നമ്മൾ, അതായത് മോസ്തബ ഖമേനി മകനെയൊക്കെ നമ്മൾ ജീവശവം പോലെയാക്കി, ഇനി അടുത്ത സെറ്റ് നമ്മൾ തീർക്കും എന്നിട്ട് ജനങ്ങളെ പറ്റി പറയുകയാണ്. ജനങ്ങൾ
രാജ്യങ്ങളൊക്കെ ഒരു ക്യാൻസർ പോലെയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മുറിച്ച് കളയണം. അതുപോലെ ഇവന്മാരൊക്കെ എടുത്ത് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വേറൊരു സംഭവം എന്താണെന്നറിയാമോ? സ്പെയിൻ എന്നൊരു രാജ്യമുണ്ടല്ലോ. അപ്പോൾ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ യാതൊരുവിധ പാർലമെൻ്ററി തീരുമാനങ്ങൾ കൂടാതെ അവരുടെ ബിസിനസ്സൊക്കെ നമുക്ക് വേണ്ട. അവന്മാർ പക്ക എനിക്ക് ദേഷ്യമാണ്, ഐ ഹേറ്റ് ദം, ഞാൻ അവരെ വെറുക്കുന്നു എന്നൊക്കെ പറയുകയാണ്. എന്താണ് കാരണം എന്നറിയാവോ? അമേരിക്ക ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണമാണ്. അമേരിക്കയിൽ നിന്ന് അവരുടെ B2 സ്പിരിറ്റ് ബോംബറുകളൊക്കെ നേരെ വന്നിട്ടാണ് ആക്രമിച്ചിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതിന് റീഫ്യൂലിംഗ് ആവശ്യം വരും, ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ഇന്ധനം നിറയ്ക്കാൻ ആവശ്യം വരും. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ബേസുകളിൽ പോയിട്ടാണ് ഇന്ധനം നിറയ്ക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UK, ഫ്രാൻസ് ഒക്കെ അതിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഈ യുദ്ധവിമാനങ്ങൾ ഈ രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഫ്യൂൽ അടിച്ചിട്ടാണ് വീണ്ടും ആക്രമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത്. പക്ഷേ ഉണ്ടല്ലോ, സ്പെയിനോട് അമേരിക്ക പറയുകയാണ്, നിങ്ങളുടെ അവിടെ കൂടെയാണ് നമ്മൾക്ക് പോകുന്നത്, നമുക്ക് അവിടെ ഞങ്ങളുടെ യുദ്ധവിമാനം നിങ്ങളുടെ രാജ്യത്ത് ഇറക്കിയിട്ട് ഫ്യൂവൽ അടിച്ചിട്ട് ഇറാനെ ആക്രമിക്കാൻ പോകേണ്ടതാണ്. അപ്പോൾ സ്പെയിനിൻ്റെ ഭരണാധികാരി പറയാണ്, നിങ്ങൾ ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ടല്ലേ, വേണ്ട, ഞങ്ങളുടെ രാജ്യത്ത് ഇറങ്ങണ്ട, ഞങ്ങളുടെ എയർ ബേസിൽ പ്രവേശിക്കേണ്ടെന്ന് സ്പെയിൻ പറയുകയാണ്. ഇത് ട്രംപിന് ഭയങ്കര ഒരു അപമാനം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്പെയിനുമായിട്ടുള്ള എല്ലാ പരിപാടിയും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അത്രയും വെറുക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക, ഒരു തീരുമാനവും ഇല്ലാതെ, ഒരു ചർച്ചകൾ പോലും ഇല്ലാതെ ആ പ്രസ് കോൺഫറൻസിൽ അപ്പം പറയുകയാണ് സ്പെയിനുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും നമ്മൾ നിർത്തുകയാണെന്നുള്ളത്. അത് തീരുമാനമായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർക്ക് അത് നോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, എന്തോരം കോടിക്കണക്കിന് ജനങ്ങളായിരിക്കും ഈ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. സ്പെയിനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഗുഡ്സ് കയറ്റി അയക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് സ്പെയിനിലേക്ക് ഗുഡ്സ് കയറ്റി അയക്കുന്നു. ഇതൊക്കെയാണ് താറുമാറാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം വെച്ചാണ് ഇയാൾ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പലപ്പോഴും കളയുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻസ് ചുമത്തിയായിരുന്നു, 125% ചുമത്തിയായിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും അത് നമ്മളെ ഇപ്പോൾ മലയാളികൾ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന്. ഇപ്പോൾ കിറ്റക്സ് നോക്കുവാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ശതമാനം അമേരിക്കയിലേക്ക് കയറ്റിയിരിക്കുന്ന കമ്പനിയാണ്. കിറ്റക്സിൽ എന്തോരം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നു, അവരെ ബാധിക്കും, അവരുടെ കുടുംബങ്ങളെ ബാധിക്കും, കമ്പനിയെ ബാധിക്കും, നമ്മളുടെ എക്കോണമിയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വ്യവസായമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്നത്. അതുപോലെ തന്നെയാണ് സ്പെയിനും. അപ്പോൾ അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് വരുന്ന ആൾക്കാരാണ് ഈ ഒറ്റ എന്തിനാണെന്ന് ആലോചിക്കുക. അതായത് സ്പെയിൻ അമേരിക്കയുടെ വിമാനം തങ്ങളുടെ രാജ്യത്ത് ഇറക്കി ഫ്യൂവൽ നിറയ്ക്കാൻ സമ്മതിച്ചില്ല, ആക്രമിക്കാൻ പോവാണല്ലോ, അതുകൊണ്ട് മാത്രം. കാരണം പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കണമെന്നായിരിക്കും സ്പെയിനും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞായിരിക്കും. അതുകൊണ്ട് മാത്രം ഇത്രയും വലിയൊരു ഉപരോധം ഈ സ്പെയിൻ്റെ മേലെ ഏർപ്പെടുത്തുകയാണ്. ഇവർ സാർ വി നീഡ് യുവർ ബിസിനസ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വേണം, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ട് എൻ്റെ കാല് പിടിച്ച് കെഞ്ചി വരും എന്നൊക്കെ പറയുകയാണ് ഒരു പ്രസിഡന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പവർഫുൾ പേഴ്സൺ ഓൺ ദ പ്ലാനറ്റ് എർത്ത്. പുള്ളിയാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. എന്ത് ഇത്ര ഒരു മനുഷ്യന് ചീപ്പാകാൻ പറ്റുമോ ഇങ്ങനെ ഇരുന്നിട്ട്? കാല് പിടിച്ച് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ഇറാനെ പറ്റി പറയുകയാണ്, ഈ സീസ് ഫയറിന് വേണ്ടി കളഞ്ഞ സമയം അതൊക്കെ എനിക്ക് വേസ്റ്റായിപ്പോയി, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, അടിക്കടി നല്ല പണി നമ്മൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനെ പറ്റി വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെ പറ്റി മോശമായിട്ട് പറയുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞത് എന്താണെന്നറിയാമോ? താങ്ക് യു, വി ഹാഡ് എ ഗുഡ് ഡേ, ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു സ്റ്റൈലുണ്ടല്ലോ, നല്ല ദിവസം ഇത് എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട്, ഇത്രയും അസഭ്യപരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് വി ഹാഡ് എ ഗുഡ് ഡേ. എന്നിട്ട് ഇടയ്ക്ക് ജീസസ് ക്രൈസ്റ്റിനൊക്കെ പിടിച്ചിടും. ഇതല്ലെങ്കിൽ പല പോസ്റ്റുകളും നോക്കിയാലറിയാം, ജീസസ് ബ്ലെസ് യു എന്ന്. ആ ഒരു മനുഷ്യൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇയാളെ ചാട്ടവാർ കൊണ്ട് ഇയാളെ ചിലപ്പോൾ കുരിശി കയറ്റിയാണ് ട്രംപിനെ. കാരണം അത്രയും ക്രൂരതയാണ് ഇദ്ദേഹം ലോകത്തോട് കാണിക്കുന്നത്. അങ്ങനെ ലോകം വീണ്ടും അശാന്തമായിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയിരിക്കുകയാണ്, സ്റ്റോക്ക് മാർക്കറ്റുകൾ തകർന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ, അവിടെ ഒരുപാട് മലയാളി അല്ലേ, നമുക്കറിയാം, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവെങ്കിലും ഗൾഫ് രാജ്യങ്ങളുണ്ടാകും. സത്യമല്ലേ? ഒരാളെങ്കിലും ഇല്ലാത്തവരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ആരും കാണില്ല. കാരണം അത്രയും മലയാളികൾ ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. നമുക്കറിയാം, ഈ ഒരു ആക്രമണത്തിൽ ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ഒരുപാട് മിസൈലുകൾ തകർക്കുന്നതുകൊണ്ടാണ് അവിടെ വീഴാത്തത്. ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അമേരിക്ക നിങ്ങളെ ഒരാൾ തല്ലി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയാളെ അടിക്കാൻ പറ്റില്ല. നിങ്ങൾ അയാളുടെ സുഹൃത്തിനെ പോയി അടിച്ചിട്ട് കാര്യമില്ല. ഇത് അമേരിക്കൻ ബേസുകളാണ് ആക്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ല, പല മാളുകളിലും അവിടെ പൊതുജനങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വീണിട്ടുണ്ടായിരുന്നത്. അതൊന്നും നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. അപ്പോൾ എപ്പോഴും യുദ്ധത്തിൻ്റെ ഇരകളെന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇതിൻ്റെ ഇരകൾ. അതോടൊപ്പം യുദ്ധം എല്ലാവരെയും ബാധിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ പെട്രോൾ വില കൂടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ രാജ്യം അതിൻ്റെ കൃത്യമായിട്ടുള്ള ശേഖരണവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പലുകളൊക്കെ കുറച്ച് കടത്തി വിട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടായില്ല രാജ്യത്ത് എന്ന് തന്നെ പറയാൻ സാധിക്കുമല്ലേ. എന്തായാലും ഇത് പെട്ടെന്ന് കെട്ടടങ്ങട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.